ഞാൻ ഇന്ന് രാവിലെ വീഡിയോയിൽ പറഞ്ഞ കണക്ക് എനിക്ക് ടോട്ടലി എല്ലാം കൂടെ 42,53,500 രൂപ ഇങ്ങോട്ട് തന്നു, പല പല അക്കൗണ്ടിൽ നിന്നും. തിരിച്ച് ഞാൻ 43,22,500 രൂപ അങ്ങോട്ട് കൊടുത്തു. എന്ന് വെച്ചാൽ 69,000 രൂപ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ ഇന്നലെയാണ് ഇതെല്ലാം ചെക്ക് ചെയ്യുന്നത്, മനസ്സിലായില്ല, എല്ലാം ചെക്ക് ചെയ്ത്. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരിക്കലും നമുക്ക് ഫോർജറി ഫേക്ക് കാണിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇങ്ങനല്ലായിരുന്നല്ലോ റോബിൻ രാധാകൃഷ്ണൻ മുമ്പ് പറഞ്ഞിരുന്നത്. ഞാൻ അങ്ങോട്ടാണ് പൈസ കൊടുക്കാനുള്ളത്, അദ്ദേഹം നല്ല വ്യക്തിയാണ് എന്ന നിലയിലൊക്കെ ആയിരുന്നല്ലോ പറഞ്ഞത്. അത് മറന്നുപോയോ? നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇന്ന് മെയ് 27 അപ്പം എനിക്കൊരു 90,000 രൂപ വേണം. തൂക്കിയല്ലോ നാഥ. 90,000. സോ അബിൽ ബ്രോയുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്. എനിക്കറിയാം അബിൽ ബ്രോയിനെ ഹെൽപ്പ് ചെയ്യുന്നത്. വളരെ നല്ല തങ്കപ്പെട്ട പാവ മനുഷ്യനാണ് അബിൽ ബ്രോ. റോബിന് പ്രശ്നമുണ്ടാക്കുന്നത് റോബിന്റെ നാവ് തന്നെയാണ്. അതായത് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ റോബിൻ ഒന്ന് എടുത്തു വെച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ഓൾമോസ്റ്റ് ഒരു 45 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബാലൻസ് അല്ല, അതിൽ കൂടുതൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ബാലൻസ് വന്നിട്ട് 45 ലക്ഷം രൂപയുണ്ട്. അതെ, ഇപ്പൊ ശരിയായി. അതായത് അതിൽ കൂടുതൽ പൈസ വാങ്ങിയിരുന്നു, ബാലൻസ് എമൗണ്ട് 45 രൂപ കൊടുക്കാനുണ്ട് എന്ന രീതിയിലായിരുന്നു പറഞ്ഞു വെച്ചിരുന്നത്. പക്ഷെ പിന്നീട് കഥ മാറ്റി. മാനിപ്പുലേഷൻ. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞാണെങ്കിൽ, അബിൽ ദേവിന് ഒറ്റ തന്തേ ഉള്ളെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എനിക്ക് എഗൻസ്റ്റ് ആയിട്ട് ഒരു കേസ് കൊടുക്കാൻ പറയും. ഇപ്പൊ കൊടുക്കണം. അവിടേക്ക് ഓർക്കണം, ഈ മാസം 1-ാം തീയതി വരെ ഈ വ്യക്തി നല്ല വ്യക്തിയായിരുന്നു റോബിൻ രാധാകൃഷ്ണന്. അത് റോബിൻ രാധാകൃഷ്ണന്റെ ചാറ്റ് എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. 1-ാം തീയതി രാവിലെ സൂം ചെയ്യും. 1-ാം തീയതി രാവിലെ 31 പരാതി കൊടുത്തതിന് ശേഷം 1-ാം തീയതി രാവിലത്തെ ചാറ്റ്. ഇങ്ങനത്തെ ചാറ്റ് അവന് കാണിക്കാൻ പറ്റില്ല. നിങ്ങളെ മുമ്പിൽ എങ്ങനെ തിരിക്കും? എന്റെ ഫോൺ നിങ്ങൾക്ക് വിട്ടുവരും എല്ലാവർക്കും. അപ്പം ദൈവത്തോർത്ത് കനിയണം. ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്, ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? റോബിൻ രാധാകൃഷ്ണനും ഞങ്ങളൊക്കെ സുഹൃത്തുക്കളായിരുന്നു. അതിനകത്ത് സാമ്പത്തികമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അത് ആള് പൈസ ഞങ്ങളുടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. തിരിച്ചു തരുന്നില്ല, ഒരു വലിയ എമൗണ്ട്. എൻ്റെ ഒരു 8 ലക്ഷം രൂപയുണ്ട്. രാഷ്ട്രീയത്തിലോട്ട് എൻ്റർ ചെയ്തപ്പോൾ തൊട്ട് ആളൊരു ഭീഷണിയുടെ സ്വരത്തിലാണ് വാങ്ങിച്ചെടുക്കാമെങ്കിൽ വാങ്ങിച്ചോ, നിങ്ങൾ ഹണി ട്രാപ്പ് പോലുള്ള ഇതിൽ പെടുത്താൻ നോക്കുകയാണെന്നൊക്കെയുള്ളൊരു വ്യത്യസ്തമായൊരു നെറേറ്റീവ് പറയാൻ തുടങ്ങി. ഇവിടേക്ക് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം സുഹൃത്തുക്കളായിരുന്നു. അതിന്റെ പേരിൽ തന്നെയായിരുന്നു ഈ കടം വാങ്ങുന്നതും തിരിച്ചു കൊടുക്കുന്നതും ഒക്കെ. ഇവിടെ കടം വാങ്ങുന്നത് ഒരു തെറ്റല്ല, അതെല്ലാ മനുഷ്യർക്കും ഇങ്ങനെയുള്ള അവസ്ഥകൾ വരും. അതുപോലെ തന്നെ കടം വാങ്ങി പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയും വരും. അതും ഒരു വലിയ തെറ്റായിട്ട് പറയാൻ കഴിയത്തില്ല. എന്നാൽ നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയോ അവരെ തന്നെ കൊടുക്കാൻ നോക്കുന്നത്, ജനങ്ങളുടെ മുന്നിലോട്ട് ഇല്ലാ കഥ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് അവരെ കുറ്റവാളിയാക്കുന്ന രീതി, അത് ശരിയാണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ കള്ളത്തരങ്ങളെല്ലാം ഇപ്പോൾ പൊങ്ങി വന്നത്. ഇവിടേക്ക് എടുത്തു പറയേണ്ടത്, നമുക്ക് ബിഗ് ബോസിലൂടെയാണ് റോബിൻ രാധാകൃഷ്ണനെ അറിയാവുന്നത്. അവിടുത്തെ ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ മാനിപ്പുലേഷനാണ്. അവിടെ സത്യം ആരുടെ പക്ഷത്താണെന്നല്ല, അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് തൻ്റെ വശത്താക്കുക, താനാണ് ശരിയെന്ന് മറ്റുള്ളവരെ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുക, അങ്ങനെ വോട്ട് നേടുക, വിജയിക്കുക. ആ രീതിയിൽ ബിഗ് ബോസ് എന്ന ഗെയിം വെച്ച് നോക്കുകയാണെങ്കിൽ റോബിൻ വിജയിച്ചു എന്ന് തന്നെ പറയണം. പക്ഷെ അത് പുറത്ത് റിയൽ ലൈഫിലോട്ട് വന്നപ്പോൾ എല്ലാം തകിടം മറിഞ്ഞു എന്ന് തന്നെ പറയണം. അതുകൊണ്ട് തന്നെയാണ് റോബിൻ രാധാകൃഷ്ണൻ ഇപ്പോൾ ഇങ്ങനൊരു ഗതി വന്നത്. എന്തായാലും റോബിനെതിരെ കേസെടുത്തു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അതിലെടുത്ത് പറയേണ്ടത് ലക്ഷ്മി, അതായത് റോബിൻ്റെ തന്നെ സുഹൃത്തായ ലക്ഷ്മിക്ക് കിട്ടാനുള്ള 8 ലക്ഷം രൂപ ചോദിച്ചപ്പോൾ ലക്ഷ്മിയോട് മോശമായിട്ട് പെരുമാറി എന്ന രീതിയിലും ഇപ്പോൾ ഒരു കേസ് വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ റോബിൻ രാധാകൃഷ്ണൻ പെട്ടു എന്ന് തന്നെ പറയണം. ഇവിടെയൊക്കെ റോബിൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അവരെനിക്കാണ് ഇങ്ങോട്ട് കാശ് തരാനുള്ളത്. ഞാനിപ്പോഴാണ് ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നോക്കിയത്, അപ്പോഴാണ് മനസ്സിലായത് അവർ എനിക്കാണ് ഇങ്ങോട്ട് കാശ് തരാനുള്ളതെന്ന്. എന്നാൽ അതെല്ലാം കള്ളത്തരമാണെന്ന് തെളിയുന്ന രീതിയിലുള്ള വീഡിയോകൾ അവർ തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. അതായത് എടുത്തു പറയേണ്ടത് 3 വീഡിയോകളാണ്. റോബിൻ പണം വാങ്ങി തിരിച്ചു കൊടുത്തില്ല, അവധി തരണം എന്ന് പറയുന്ന 3 വീഡിയോകൾ. അതാദ്യം നമുക്കൊന്ന് കണ്ടുനോക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇത് അബിൽ ബ്രോ ആണ്. സോ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഉള്ളത് അബിൽ ബ്രോയിന്റെ പെരുമ്പാവൂരുള്ള വില്ലയിലാണ്. ഇന്ന് ഡിസംബർ 30, 2025 ആണ്. സോ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ഈ ഒരു 2025 വർഷത്തില് അബിൽ ബ്രോ പലതവണ എനിക്ക് പല രീതിയിൽ ഫിനാൻഷ്യലി ഫണ്ട് തന്ന് സഹായിച്ചിട്ടുണ്ട്. അപ്പം ഇനി അതില് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് 36,75,000 രൂപ ഇനി അബിൽ ബ്രോന് കൊടുക്കാനുണ്ട്. സോ ഞാൻ ഈ വരുന്ന ജനുവരി 31, 2026 വരെ സമയം ചോദിച്ചിട്ടുണ്ട്. സോ അപ്പം ഓൺ ഓർ ബിഫോർ ജനുവരി 31, 2026 ഞാൻ ഈ പറഞ്ഞ 36,75,000 രൂപ അബിൽ ബ്രോന് കൊടുക്കുന്നതാണ്. സോ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് എന്താ പറയുക, ഫോർമലി ഞങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നതാണ്. അത് മാത്രമല്ല
എനിക്ക് ഒരുപാട് പ്രാവശ്യം ഫണ്ട് തന്ന് സഹായിച്ചിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ ഇത് ഒരു ലെറ്റർ ആയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്നേ ദിവസം എഴുതിയിട്ടുണ്ട്. സോ സൂം ചെയ്ത് ഇതിൽ കാണാൻ പറ്റും, ഞാൻ അത് സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ജാനുവരി 31, 2026 അതൊരു നമ്മൾ അക്കൗണ്ട് ത്രൂ ബൈ ഹാൻഡ് ആയിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ ഈ പറഞ്ഞ എമൗണ്ട് എന്ത് ചെയ്യാ, അത് നമ്മൾ ആ ഒരു എമൗണ്ട് റോബിൻ സമ്മതിച്ച് തരികയാണ്. അപ്പൊ അതിലൊരു ഒരു സെറ്റിൽമെന്റ് ഡീൽസ് പോലത്തെ ഒരു കാര്യമാണ്. അപ്പൊ താങ്ക് യു റോബിൻ. താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു. ഇത് ജനുവരിയിൽ വാങ്ങിയ പൈസ കൊടുക്കുമെന്ന് റോബിൻ പറഞ്ഞ വീഡിയോ ആണ്. അതിൽ വ്യക്തമായിട്ട് എല്ലാം പറയുന്നുണ്ട്. അവിടെയൊക്കെ ജനുവരി 31 ഞാൻ ഈ പൈസ എല്ലാം അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് നിർത്തുന്ന വീഡിയോ ആണിത്. എന്നാൽ ഇതിന് ശേഷം അടുത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ജനുവരിയിൽ കൊടുക്കാൻ കഴിഞ്ഞില്ല, ഇനി മെയ് മാസം കൊടുക്കാം എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ. അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, നമ്മുടെ സ്വന്തം അബിൽ ബ്രോ ആണ്. ഇന്ന് ഏപ്രിൽ 28, 2026 അപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അബിൽ ബ്രോവിൻ്റെ കയ്യിൽ നിന്നും ക്യാഷ് ആയിട്ടും അക്കൗണ്ട് വഴിയും ഞാൻ ഓൾമോസ്റ്റ് ഒരു 45 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബാലൻസ് അല്ല, അതിൽ കൂടുതൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ബാലൻസ് വന്നിട്ട് 45 ലക്ഷം രൂപയുണ്ട്. സോ അപ്പോൾ അത് നമ്മളൊരു സെറ്റിൽമെൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം ഈ എമൗണ്ടിൻ്റെ 5 ലക്ഷം രൂപ വന്നിട്ട് മെയ് 5, 2026 പുള്ളിക്കാൻ അത് കൊടുക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ ശേഷം ബാലൻസ് ഉള്ള 40 ലക്ഷം രൂപ മെയ് 20 40 ലക്ഷം രൂപ പുള്ളിക്കാൻ സെറ്റിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മളിതിപ്പോൾ സംസാരിച്ച് ആ ഒരു ഡീല് ക്ലോസ് ചെയ്യാണ്. ഇതൊരു ജസ്റ്റ് ഒരു വീഡിയോ നമ്മൾ എടുത്ത് വെക്കുന്നതാണ്. അപ്പം അപ്പം ഹാപ്പി ആയിട്ട് ഇത് കഴിഞ്ഞ ഇത് 20 എന്നുള്ളൊരു ഉറപ്പിലാണ് നമ്മൾ ഈ വീഡിയോ കൂടി എടുക്കുന്ന റോബിനുള്ളത് പറയാനുള്ളത്. ഇപ്പോൾ 20th ഇത് തീരും. നല്ല രീതിയിലുള്ള നമ്മൾ വ്യക്തിപരമായിട്ട് ഒരു വേറെ പ്രശ്നങ്ങളുമില്ല. ഇത് തീരാണ്. അത് ആ രീതിയിലേക്കുള്ള ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ വ്യക്തിപരമായിട്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയിട്ട് നിർത്തിക്കും. ഓക്കെ, താങ്ക് യു. ഇവിടെയൊക്കെ ജനുവരിയിൽ കൊടുക്കാമെന്ന് പറഞ്ഞ പൈസ കൊടുക്കാൻ കഴിയാതെ മെയ്യിൽ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ മെയ് മാസത്തിലും കൊടുക്കാൻ കഴിയാതെ ഇനി അത് ജൂൺ മാസത്തിൽ കൊടുക്കാം എന്ന രീതിയിൽ പറയുന്ന വീഡിയോയും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നോക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു 5 ലക്ഷം രൂപ കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. അത് റോബിൻ തന്നെ പറയുന്നുണ്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, സുവിധ അബിൽ ബ്രോ ആണ്. ഇന്ന് മെയ് 18. അപ്പം നമ്മൾ തമ്മിൽ ഓൾറെഡി ഈ സെറ്റിൽമെന്റിന്റെ കാര്യം സംസാരിച്ചിരുന്നു, എമൗണ്ടും സംസാരിച്ചിരുന്നു. അപ്പം അതെ 20 പറഞ്ഞിരുന്നു. അപ്പൊ 5 lakhs ഓൾറെഡി കൊടുത്തു. ഇനി ബാലൻസ് ഉള്ളത് 40 ലക്ഷം രൂപയാണ്. അതിൽ ഈ വരുന്ന മെയ് 28 അന്ന് 5 ലക്ഷം രൂപ, ജൂൺ 5 അന്ന് ബാലൻസ് 5 ലക്ഷം രൂപ, ജൂൺ 10 അന്ന് 5 ലക്ഷം രൂപ. അപ്പൊ ടോട്ടല് 20 ലക്ഷം രൂപ അന്ന് ക്ലിയർ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം ജൂൺ 15 അന്ന് 25 lakhs കൂടെ ചേർത്തിട്ട് കംപ്ലീറ്റ് എമൗണ്ട് അന്നത്തോടു കൂടി ഫിനിഷ് ചെയ്യാണ്. അപ്പോൾ അത് ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഹാൻഡ് ഓവർ ചെയ്ത് ഹാപ്പി ആയിട്ട് പിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ അതിനുവേണ്ടി ഒരു എന്താ പറയുക, എവിഡൻസ് ആയിട്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി അല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, നമ്മൾ പരസ്പര ധാരണയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം താങ്ക് യു സോ മച്ച്. അതെ, ഫോഴ്സ്ഫുള്ളി അല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് പറഞ്ഞ റോബിൻ പിന്നീട് അതെല്ലാം മാറ്റുകയാണ്. അവിടേക്കാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്, അവരുടെ സൗഹൃദം ഇല്ലാതായി പോകുന്നത്. പിന്നീട് അങ്ങോട്ട് സോഷ്യൽ മീഡിയയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്കായിരുന്നു. അതിൽ റോബിൻ്റെ കുടുംബത്തെ വലിച്ചിഴയ്ക്കുന്നു, പാർട്ടിയെ വലിച്ചിഴയ്ക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു റോബിൻ്റെ കംപ്ലൈൻറ്റ്. എന്നാൽ മറുഭാഗത്തുള്ളവർ പറയുന്നത് റോബിൻ്റെ ഈ കള്ളത്തരം പുറത്തു കൊണ്ടുവരണം, അല്ലാതെ പേഴ്സണലായിട്ട് ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്നില്ല എന്ന രീതിയിലായിരുന്നു മറുഭാഗത്തുള്ളവരുടെ വാദം. എന്തായാലും ഇപ്പോൾ കേസായിട്ടുണ്ട്, കേസ് എടുത്തിട്ടുണ്ട്. തെളിവുകളായിട്ട് റോബിൻ തന്നെ എല്ലാ കാര്യങ്ങളും പുറത്തു വിട്ടത് കൊണ്ട് തന്നെ, അതായത് വീഡിയോ അവർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ പോലീസിന് കൂടുതലൊന്നും ചിന്തിക്കേണ്ടി വരത്തില്ലെന്നാണ് തോന്നുന്നത്. അവിടെയൊക്കെ പലർക്കും ഉണ്ടാകുന്ന സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിന് ഇത്രയും പൈസ റോബിന് കൊടുത്തു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഇവർ തന്നെ പറയുന്നുണ്ട്. അതും കൂടെ നമുക്ക് കേട്ടു നോക്കാം. കാരണം അവരുടെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നത് 2024 ഒരു ഫെബ്രുവരി 11 ഞാൻ ഇവനെ വിളിക്കുന്നത്. കാരണം എൻ്റെ ഫാദർ സ്ഥാനത്ത് ഞാൻ കാണുന്ന നമ്മുടെ ഡോക്ടർ അദ്ദേഹം മരിച്ചുപോയി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേൻ്റെ ഭാഗമായിട്ട് കേരളത്തിലുള്ള എല്ലാ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിൻ്റെയും വിളിച്ചതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ അടുത്ത സുഹൃത്ത് അഭിഷേക് ശ്രീകുമാർ നമ്പർ തന്ന് ഞാൻ ഈ അദ്ദേഹത്തിനെ വിളിക്കുക ചെയ്യുന്നത് ആ ഫംഗ്ഷനിൽ. പക്ഷേ റോയിയുടെ ബർത്ത്ഡേക്ക് ക്ഷണിക്കാൻ വിളിച്ചു. നിർഭാഗ്യവശാൽ, അത് ഭാഗ്യവശാൽ എന്ന് അങ്ങനെ വേണം പറയാം, ഇനിയിപ്പോൾ റോയിയുടെ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലോ, അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേക്ക് വിളിക്കുമ്പോൾ ഇയാളുടെ കല്യാണം എന്നാ. അപ്പോൾ ബ്രോ എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. ആ കോൺവെർസേഷൻ അവിടെ തീരുന്നു.
പിന്നെ ഞാൻ സത്യം പറയാം റോബിനെ പിന്നെ എനിക്ക് വിളിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ എൻ്റെ UK ട്രിപ്പിൽ നിൽക്കുന്ന സമയത്താണ് ഇവൻ്റെ ഒരു കോൾ എനിക്ക് വരുന്നത്. ഞാൻ നാട്ടിലെത്തി എൻ്റെ ഫസ്റ്റ് കോൾ പിന്നെ പ്രൊഫഷണൽ കോൾ എന്ന് പറയുന്നത് റോബിൻ്റെ കോൾ വന്നതിന് ശേഷം ഞാൻ സംസാരിക്കുന്നത് മാർച്ച് 10-ാം തീയതിയാണ്. എൻ്റെ ഫസ്റ്റ് ഞാൻ അത് എൻ്റെ ഉണ്ട്. കാരണം എൻ്റെ ഫോണ് നമ്മൾ ഇവൻറ്റ് ഓൺ പ്രൊഡക്ഷനൊക്കെ ഇവൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ എല്ലാ ഫോൺ ഓട്ടോ റെക്കോർഡാണ്. എല്ലാ കോളും ഓട്ടോ റെക്കോർഡാണ്. കാരണം നമുക്ക് ഇവൻറ്റിലൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്സിങ് വരുന്ന സമയത്ത് അപ്പോൾ ഇന്നലെ വീഡിയോയിൽ പറയുണ്ടായി എൻ്റെ ഇങ്ങനെ കോൾ, കാരണം സാംസങ് ഫോൺ അതിലുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും മറന്നു പോവുകയാണെങ്കിൽ അത് ആളുടെ മേഖലയായിട്ട് അദ്ദേഹത്തിന് അത് ഗുണം എന്താണെന്ന് അറിയില്ല. എന്നെ സംബന്ധിച്ച് അത് വളരെ യൂസ്ഫുള്ളാണ്. ഇവന്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന പലരും ഇത് ചെയ്യുന്ന കാര്യമായിരിക്കാം മേ ബി, പക്ഷേ ഞാൻ ചെയ്യുന്നുണ്ട് എന്തായാലും. അപ്പോൾ ഇതിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ അങ്ങനെ പരിചയപ്പെട്ട് വളർന്ന ബന്ധം. അന്ന് തുടങ്ങിയ ബന്ധം ഡിസംബർ വരെ ഇനി എനിക്ക് പറയണ്ട. ഡിസംബറിലാണ് ഇവൻ്റെ വലിയൊരു ആരോപണം വരുന്നത്. ഡിസംബർ 29-ാം തീയതി രാത്രി, ഞാൻ രാവിലെ മുതൽ പറയാം, ഞാൻ ഇവന് ലൊക്കേഷൻ അയച്ചു കൊടുത്തു. എൻ്റെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. കാരണം ആ കാലഘട്ടത്തിലായിട്ട് ഞാൻ ഇവന് 36,75,76,75,000 രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഈ പണം ഡിസംബറിൽ തീർക്കേണ്ടതാണ്. കാരണം ഘട്ടം ഘട്ടമായിട്ട് മേടിച്ച് കൊടുക്കുന്നത് ഒരു ദിവസം കൊണ്ട് വിശ്വാസമല്ല. ഇത് എന്തിനാ അബിൽ ഇങ്ങനെ ഇത്രയും കൊടുത്തേ? കൊടുക്കുന്നു തരുന്നു, കൊടുക്കുന്നു തരുന്നു, ബൈ ഹാൻഡ് കൊടുക്കുന്നു, അത് തിരിച്ചു തരുന്നു. അങ്ങനെ ഒരു ഹ്യൂജായിട്ട് അവൻ്റെ ലാസ്റ്റത്തെ അവൻ്റെ ബർത്ത്ഡേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മെയിൻ അവനെ ആനയിച്ച് കൊണ്ടുവരുന്നത് പോലും ആ ബർത്ത്ഡേക്ക് പോലും 50,000 രൂപ കൊടുത്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ളതാണ്. അപ്പോൾ അവൻ അതുവരെ എന്നെ കൊണ്ടുവന്നു. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അവൻ്റെ സെപ്റ്റംബറിൽ അവൻ്റെ ബർത്ത്ഡേ, ഒക്ടോബറിലാണ് ബർത്ത്ഡേ. ഒക്ടോബറിലൊക്കെ ഞാൻ ഏറ്റവും പിന്നെ കാർ ഓടിച്ച് എന്നെ ആനയിച്ച് ഇവർ രണ്ടുപേരും കൂടി, ഭാര്യയും ഭർത്താവും കൂടി എന്നെ എടുത്തു പോക്കുന്ന വീഡിയോ ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പോൾ എവിടെയാണ് ഇത് ബ്രേക്ക് വരുന്നതെന്നുള്ളത് ജാനുവരിയിലാണ്. അപ്പോൾ ഡിസംബറിൽ എൻ്റെ പണം എല്ലാം ഉണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ആയിട്ടുള്ള പല കാര്യം അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വൈഫിനും ഞാൻ കൊടുത്തിരിക്കുന്നുണ്ട്. 11.5 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ വൈഫിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇവനും പൈസ കൊടുത്തിട്ടുണ്ട്. ബൈ ഹാൻഡ് റോബിനും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് 29-ാം തീയതി മിഡ് നൈറ്റ് വരുന്നു. കാരണം ഒന്ന് ഡിസ്പ്യൂട്ടായി. കാരണം 15-നൊക്കെ തീർക്കാമെന്ന് പറഞ്ഞ ഫണ്ട് തീർത്തില്ല. അപ്പം എനിക്ക് എൻ്റെ അസ്വാരസ്യം, കാരണം 2 ആഴ്ചത്തേക്കൊക്കെ മേടിച്ച ഫണ്ടാണ് വലുതായി അങ്ങ് എത്തിപ്പോകുന്നത്. അപ്പോൾ ഞാൻ ടോണ് മാറി തുടങ്ങി. കാരണം ഞാൻ ഇറിറ്റേറ്റഡ് ആയിപ്പോയി. ആ ഫ്രണ്ട്ഷിപ്പിൽ നമുക്ക് ബാധ്യതയായി തുടങ്ങി. സത്യം പറഞ്ഞാൽ ബാധ്യതയായി തുടങ്ങി. അങ്ങനെ ലാസ്റ്റ് ഇവൻ്റെ വീട്ടിൽ വന്ന അബിൽ ബ്രോ ഞാൻ നിന്നെ കാണാമെന്ന് പറയുന്നത് 29-ാം തീയതി രാത്രി, അത് 30 രാവിലേക്ക് എത്തി ആക്ച്വലി. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് അവൻ പോകുന്നത്, കാരണം വീട്ടിൽ വരുന്നത് തന്നെ 10:30 മണിക്കാണ്. അത് ഇവൻ പറയുന്നത് എന്താ പറയുക, ഭീഷണിപ്പെടുത്തി എന്നൊക്കെ. രാവിലെ മുതൽ ഫ്രണ്ട്ഷിപ്പ് കോളുകൾ. ഞാൻ വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അത് ചെയ്യാം. എടാ നീ എവിടെ എത്തി? ചേട്ടാ ഞാൻ അവിടെ എത്തി. അതാണ്, അത് പരാതിയല്ല, ഹണി ട്രാപ്പ്. ഇത് വലിയൊരു വേർഡാണ്. ഇവന്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്താ അറിയോ? ഇവന്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അബിൽ ദേവ് എന്ന് പറയുന്ന വ്യക്തി മീഡിയയിൽ വരില്ല. അതവന് ധൈര്യമാണ്. അതിലവൻ പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇവൻ പോലീസ് സ്റ്റേഷനിൽ പോകില്ല. നമ്മുടെ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു സാമ്പത്തിക തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ എന്താ പൊട്ടറായിട്ടിരിക്കണോ? ഞാൻ പൊട്ടറായിട്ടിരിക്കണോ? എന്താ ചെയ്യുക? പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ സോഷ്യൽ മീഡിയയിൽ ലക്ഷ്മി ഇടുന്ന അവൻ പേടിക്കുകയാണ്. കാരണം അവൻ ഇതുവരെ ഉണ്ടാക്കിയ ചീട്ട് കൊട്ടാരം തകർന്ന് അങ്ങ് പോവാണ്. കാരണം ലക്ഷ്മിക്ക് അതിനുള്ള പവർ ഉണ്ട്, ലക്ഷ്മിയുടെ വേർഡ്സിന് അതിന് ശക്തി ഉണ്ടെന്ന് അവന് നന്നായിട്ട് അറിയാം. ഇവിടെ ലക്ഷ്മി പറയുന്ന ഒരു കാര്യമുണ്ട്. ലക്ഷ്മിക്കേറെ ഒരു സൈബർ കൊട്ടേഷൻ കൊടുത്തു എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അവിടെയൊക്കെ പണം തന്ന് സഹായിച്ച ആളെ തിരിച്ച് പണിയുക എന്നുള്ള രീതിയാണ് റോബിൻ സ്വീകരിച്ചത്. കടം വാങ്ങുന്നത് ശരി, ഓക്കെ, അത് തിരിച്ചു കൊടുക്കാൻ സമയത്തിന് പറ്റിയില്ല, അതിന് എന്തെങ്കിലുമൊക്കെ ന്യായം പറയാം. പക്ഷെ അവരെ തിരിച്ച് പണിയുക എന്ന് പറയുമ്പോൾ അതൊരല്പം കൂടിപ്പോയില്ലേ എന്ന് തന്നെ പറയണം. ഇത് അനന്തു തന്നെ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ലക്ഷ്മി ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നത്. എന്തായാലും ലക്ഷ്മിക്ക് പറയാനുള്ള നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ രാഷ്ട്രീയത്തിലോട്ടൊരു എൻട്രി സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളൊരു കാര്യം ഞാൻ പുറത്ത് പറഞ്ഞേക്കുമോ എന്നുള്ള രീതിയിൽ ഭയം വന്നപ്പോഴത്തേക്കും ഞാൻ അങ്ങനെ ഇട്ടൊരു വീഡിയോയ്ക്ക് ആൾ ആദ്യമായിട്ട് ഇത് രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചു. ഇതിനകത്ത് സാമ്പത്തികമല്ല, ആളുടെ രാഷ്ട്രീയ എൻട്രി തകർക്കാനായിട്ടുള്ളൊരു ശ്രമം എന്നുള്ള രീതിയിൽ ഒരു ന്യായീകരണം പോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം. അതിനുശേഷം വീണ്ടും പിന്നെ ചെയ്തത് ഒരു ഡോക്ടർ ഡ്രേക്ക് എന്ന് പറഞ്ഞൊരു അനന്തു സുൽജിത്ത് എന്ന് പറഞ്ഞ വേറൊരാൾക്ക് സൈബർ കൊട്ടേഷൻ കൊടുത്ത് എനിക്കെതിരെ ദുഷ്പ്രചരണം അല്ലെങ്കിൽ ഒരു വീഡിയോ ഇറക്കി അങ്ങനെ കൂടെ നിർത്താൻ ആൾക്ക് തന്നെ ചെയ്യാനായിട്ട് പറ്റുന്നില്ല, വേറൊരാളെയും കൂടെ വിളിച്ച് കൂടെ നിർത്താൻ നോക്കി. പക്ഷേ അദ്ദേഹം ആ മൂന്നാമത് വിളിച്ച ആള് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സമയത്താണ് മനസ്സിലാവുന്നത് ഇതിൽ തട്ടിപ്പ് നടത്തിയ ആള് തന്നെയാണ്
ഈ ഒരു കാര്യം വേറൊരു രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് അപ്പോ ഇത് ചെയ്ത് തുടങ്ങി വെച്ചത് ഇങ്ങനെയൊക്കെ ഇത് സോഷ്യൽ മീഡിയയിലോട്ട് എടുത്തിടാൻ ഞങ്ങൾക്ക് യാതൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. കാരണം അത് പ്രൈവറ്റ്ലി തന്നെ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണ്, അങ്ങനെ തീർക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആൾക്ക് പൈസ തരുകയും ചെയ്തിരുത്, ഈ ഉണ്ടാവുന്ന ഡിലേ അത് പുറത്ത് വരാനും പാടില്ല. അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് ഇതിന് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി വേറൊരു നറേറ്റീവ് ഉണ്ടാക്കി കാണിച്ചതാണ് കഴിഞ്ഞ ദിവസം നടന്ന പ്രസ് മീറ്റ്. ഇവിടേക്ക് ഈ ഫ്രണ്ട്ഷിപ്പ് തകർന്ന് ഈ പൈസ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുമ്പോൾ റോബിൻ അവരെ ഹണി ട്രാപ്പിൽ പെടുത്തുമെന്നും ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൻ്റെ വോയിസ് റെക്കോർഡ് പുറത്തു വന്നോന്ന് അറിയത്തില്ല. എന്തായാലും ഇവരെ ഹണി ട്രാപ്പിൽ പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതായിട്ടും ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഇവർ നിയമപരമായിട്ട് മുന്നോട്ട് പോകാനും അതുപോലെ തന്നെ മീഡിയയ്ക്ക് മുന്നിൽ ഇത് തുറന്നു പറയാനും ഇവർക്ക് തോന്നിയത്. ഇവിടെയൊക്കെ റോബിൻ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പോയി കേസ് കൊടുക്കുക എന്ന്. ഇപ്പോൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം അവർ തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. ട്രിവാൻഡ്രത്തുള്ള പ്രവീണിനെ ഞാൻ തീർത്തു. അത് അവിടുത്തെ ഒരാളുണ്ട് ഇതേമാതിരി ഫൈനാൻസ്, അയാളെ ഞാൻ തീർത്തു, അതേമാതിരി നിന്നെ ഞാൻ തീർക്കും, ഹണി ട്രാപ്പിൽ ഞാൻ നിന്നെ പെടുത്തും എന്നുള്ള രീതിയിലുള്ള ഇവൻ്റെ വോയിസ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒന്ന് പേടിച്ചു. ഹണി ട്രാപ്പും ഒക്കെ വന്ന് നമ്മളെ ചിത്രീകരിച്ചിരിക്കുന്ന രീതി, ലക്ഷ്മീനെ സംബന്ധിച്ച് നോക്കുകയാണ്, ലക്ഷ്മി ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നതാണ്, ഈ രീതിയിൽ ത്രെട്ട് നടത്തി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലായിരിക്കും റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഈ സ്കാമർ ഇനി ഇവിടെ സ്കാം നടത്താൻ പാടില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ ലീഗലിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ എന്നെ ഉപയോഗിച്ച ഭാഷ ഒരു രീതിയിലും ഒരു സാമൂഹ്യ ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരു പൊളിറ്റീഷ്യനായിട്ട് ആയിക്കോട്ടെ, ഒരു ഡോക്ടറായിട്ട് ആയിക്കോട്ടെ, ഒരു മാന്യത ഇല്ലാത്ത വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. മെയിൻ സ്ട്രീം മീഡിയ ഒരു 60 പേരുണ്ടെങ്കിൽ ഓൺലൈൻ മീഡിയ ഇന്ന് 350ഓളം പേരുണ്ട്. ഈ 350 പേരും ഇവൻ്റെ ഫോട്ടോ വെച്ച് അവരുടെ കോണ്ടൻ്റാണത്. അവരിടുന്ന രീതി എന്താണ്? ലക്ഷ്മിക്ക് അന്താരാഷ്ട്ര ബന്ധമുണ്ടോ, ആരാണ് ഈ അബിലത്തെ ഇരിപ്പുറയ്ക്കുന്നില്ല. എന്താണ് അവൻ വിളിച്ചു പറഞ്ഞാൽ അബിൽ ബ്രോ നമുക്ക് സെറ്റിൽമെൻറ്റ് ചെയ്യാം, കഴിയുന്നതെല്ലാം മറന്നേക്കെ, ഞാൻ ആ പൈസ തരാം, 1 മാസം സമയം വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു നിന്നെ വിശ്വസിക്കണം, ഇമ്മീഡിയറ്റ്ലി എനിക്ക് കുറച്ച് ഫൈൻഡ് താ. അപ്പോൾ 5 ലക്ഷം രൂപ പിന്നെ അവൻ തന്നു. ആ തരുമ്പോൾ നമുക്കൊരു വിശ്വാസമായി. പിന്നെ അവൻ സമയം തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓഫീസ് എനിക്ക് ട്രസ്റ്റിന് വേണ്ടിയിട്ട്, അങ്ങനെ നിൻ്റെ അടുത്ത് ചെക്ക് ലീഫോ സ്റ്റാമ്പ് പേപ്പർ ഒന്നുമല്ല, ട്രസ്റ്റിന് വേണ്ടി കാരണം അവൻ വീഡിയോ തരുന്നു. വീഡിയോ എനിക്ക് തരുന്നതാ, ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്നു, ഞങ്ങൾ കോംപ്രമൈസ് ആയിട്ടുണ്ട്, അബിൽ ബ്രോന് എത്ര പൈസ കൊടുക്കാനുണ്ട്, ആ പൈസ ഞാൻ എൻ്റെ എവിഡൻസ് വീഡിയോ ഉണ്ട്. വീഡിയോ വന്നിട്ട് പറഞ്ഞാൽ അത് ആ വീഡിയോ ആണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ഇവനിപ്പം ആകെ പൊളിയെന്ന് തോന്നിയ സമയത്ത് ഇതെല്ലാം ഭീഷണിപ്പെടുത്തിയിട്ട്, കാരണം രാജാനുവാഹമായുള്ള മനുഷ്യരെ നമ്മൾ ഭീഷണിപ്പെടുത്തിയിട്ട് നമ്മളിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലത്തോട് തന്നെ 26-ാം തീയതി വരെ നമ്മൾ ക്ഷണിച്ചു. ഏത് ജൂൺ 26 എത്തി, ഇങ്ങനെ വലിഞ്ഞ് ജൂൺ 26-ന് ഇവൻ്റെ ഒരു കോളിലാണ് ഇവൻ്റെ ത്രെട്ട് എനിക്ക് വരുന്നത്. ത്രെട്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറയുന്നു ട്രിവാൻഡ്രത്തുള്ള പ്രവീണിനെ ഞാൻ തീർത്തു. അത് അവിടുത്തെ ഒരാളുണ്ട് ഇതേമാതിരി ഫൈനാൻസ്, അയാളെ ഞാൻ തീർത്തു, അതേമാതിരി നിന്നെ ഞാൻ തീർക്കും, ഹണി ട്രാപ്പിൽ ഞാൻ നിന്നെ പെടുത്തും എന്നുള്ള രീതിയിലുള്ള ഇവൻ്റെ വോയിസ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒന്ന് പേടിച്ചു. കാരണം വെച്ചാൽ റൂട്ട് മാറിപ്പോയി, ഈ സംഭവത്തിൻ്റെ റൂട്ട് കംപ്ലീറ്റ്ലി മാറിപ്പോയി. ഞാൻ ഫോണിൽ പിന്നെ ഞാൻ അവന് ഒരു രീതിയിലുള്ള മെസ്സേജ് ഞാൻ അവന് വിളിക്കാനോ ഒന്നിനും ഞാൻ പോയിട്ടില്ല. ഓക്കെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ ലീഗലി ഇതിന് പോകും. കാരണം ഇതിൻ്റെയൊക്കെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ അപ്പം തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം വാട്സപ്പ് കോളാണ്, അതിൽ എവിഡൻ്റ് ആയിട്ട് അവൻ പറയുന്നുണ്ട് ഇനി മുഖ്യമന്ത്രി നിൽക്കും, ആഭ്യന്തരമന്ത്രി VD സതീശനെ കൊണ്ട് ഞാൻ തീർത്ത് തരാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര. കാരണം ഇന്ന് വരെ അവനൊരു ഭീഷണി എനിക്ക് തോന്നുന്നില്ല, അവന് ഒരു രാഷ്ട്രീയം എന്താണെന്ന് പോലും അറിയില്ല. കാരണം അതിൻ്റെ വോയിസ് ഉണ്ട്. പാർട്ടിയിലേക്ക് വരുന്നത് ഒഫീഷ്യലി ഞാൻ പാർട്ടിയിലേക്ക് വരുന്നത് എൻ്റെ സാമ്പത്തികത്തിന് വേണ്ടിയിട്ടാണ്, ജനങ്ങൾക്ക് ഞാനും പൈസ ഉണ്ടാക്കും, ഞാൻ ബിസിനസ്സുകാരാന്ന് പറയുന്ന വോയിസ് വരെ ഞാൻ പുറത്ത് വിട്ടിട്ടുണ്ട്. മനസ്സിലായില്ല? അപ്പോൾ ഇതിലെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ത്രെട്ട് പേടിച്ചു ഞാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഒന്ന് ലീഗലി മൂവ് ചെയ്യാം. ഇതേമാതിരി ഇന്നിപ്പോൾ റിപ്പോർട്ടറിൻ്റെ മുമ്പിൽ വന്ന് സംസാരിക്കേണ്ട ആവശ്യമൊന്നും എനിക്ക് ലീഗലി മൂവ് ചെയ്യാം, നമുക്ക് അങ്ങനെ നോക്കാം, ഇനി വരുന്നിടത്ത് വരച്ച് കേട്ടെ. അപ്പോൾ അങ്ങനെ വെച്ച് വരുമ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ അവൻ്റെ സോറി മെസ്സേജുകളൊക്കെ വന്നു. പക്ഷേ ഞാൻ അതിനൊന്നും നോക്കുന്നില്ല. പക്ഷേ പിന്നെ എന്തെന്ന് വെച്ചാൽ മദർ മരണപ്പെടുകയുണ്ടായി. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ബേസിക് മര്യാദ കാണിക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാനത് വെയിറ്റ് ചെയ്തു. 41 കഴിയുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോഴും 41 ആയിട്ടുണ്ടാവില്ല ഇപ്പോഴും. ഇപ്പം ഇങ്ങനെ പറയുന്നതിൻ്റെ ഒരു വിഷമമുണ്ട്. അദ്ദേഹം ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഞാൻ പിന്നെ കാണുന്നത് വെച്ചാൽ രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയിലും ഇവിടുത്തെ എടപ്പള്ളി കളിക്കളം ഗ്രൗണ്ടിൽ വന്നിട്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരു വ്യക്തിനെയാണ്. ഒരു മാസം പോലും തികയാതെ പുള്ളിക്കാരൻ അതുപോലും മാർക്കറ്റ് ചെയ്ത് കാണിച്ച് പുള്ളിക്കാരൻ്റെ ലൈഫ് എൻജോയ് ചെയ്ത് പോകുന്നതാണെന്ന്. അപ്പോൾ നമുക്ക് അത് ലക്ഷ്മി എന്ത് ചെയ്തു, റിയാക്ഷൻ തുടങ്ങി. കാരണം ചെറിയ വീഡിയോ ഇട്ട് പോകണം. ഇത് എന്തായാലും ഈ സ്കാം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി നമ്മൾ ലീഗലി പോയാൽ ചിലപ്പോൾ 5-10 വർഷങ്ങളെടുക്കും. ഇനി ഒരാളുടെ പൈസ ഈ കേരളത്തിൽ ഈ സ്കാം വഴി, ഈ സ്കാം എന്ന് പറയുന്നത് എന്താ, മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് ചില ആൾക്കാരൊക്കെ വരുന്നത് ഇതേമാതിരി ഒരു ഡേ 2 ദിവസം പറഞ്ഞ് പുള്ളിക്കാരൻ്റെ ബിഗ് ബോസും പറഞ്ഞ് കാര്യങ്ങളും പറഞ്ഞ്
പുള്ളിക്കാരന് ഒത്തിരി ആളുകളുടെ അടുത്ത് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അങ്ങനെ ഇനി വരാനിരിക്കുന്നുണ്ടാവും. ഇപ്പം എന്നെ സംബന്ധിച്ച് ലീഗലി കൊടുത്തിരിക്കുകയാണ്. അതിൽ ഫുൾ ഈ പുള്ളിക്കാരനെ ഇന്നലെ വീഡിയോയിൽ പറയുന്ന മാരകമായിട്ടുള്ള ത്രെട്ടും കാര്യങ്ങളും ഹണി ട്രാപ്പും ഒക്കെ വന്ന് നമ്മളെ ചിത്രീകരിച്ചിരിക്കുന്ന രീതി ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എൻ്റെ ബിസിനസ്സും അങ്ങനെ പോകുന്നു. ലക്ഷ്മീനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ലക്ഷ്മി ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ നാളെ ഒരു ബ്രാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു വ്യക്തി ഈ രീതിയിൽ ത്രെട്ട് നടത്തി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലായിരിക്കും. ഇപ്പോൾ ബ്രോ ഒരാളെ കാണുമ്പോൾ ഒക്കെ ത്രെട്ട് നടത്തുന്ന ഒരു വ്യക്തിയാണ്, ആ കുട്ടിയുടെ ലൈഫിനെ ബാധിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ കുട്ടിയുടെ ഭാവിനെ ബാധിക്കുന്നതായിരിക്കും. അപ്പം റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഈ സ്കാമർ ഇനി ഇവിടെ ഒരു സ്കാം നടത്താൻ പാടില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ ലീഗലിൽ തന്നെയാണ് പോകുന്നത്. അത് ശരിയാണ്. റോബിൻ പറയുന്നുണ്ടായിരുന്നു, നീ ഒറ്റത്തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ നീ ആദ്യം കേസ് കൊടുക്ക്, എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല എന്ന രീതിയിൽ. ഇവിടെയൊക്കെ ഇപ്പോൾ കേസും കൊടുത്തു, മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയും ചെയ്തു. അവിടെയൊക്കെ വിനയായത് എന്താണ്? റോബിൻ തന്നെ ചെയ്തു വിട്ടിരുന്ന റോബിൻ്റെ വീഡിയോകൾ. അതായത് താൻ ഇത്രമാത്രം പൈസ കൊടുക്കാനുണ്ട്, ജനുവരിയിൽ ഇത്രയും പൈസ കൊടുക്കാം, അതിനുശേഷം മെയ്യിൽ ഇത്ര പൈസ കൊടുക്കാം, അതിനുശേഷം ജൂണോടെ ഘട്ടങ്ങളായിട്ട് പൈസ കൊടുക്കാം എന്നുള്ള രീതിയിൽ പറയുന്ന വീഡിയോകൾ. അതെല്ലാം റോബിനെതിരായിട്ടുള്ള തെളിവുകളാണ്. ഇതുപോലെ തന്നെയാണ് ലക്ഷ്മിയുടെ കേസും. എന്തായാലും അവർ റോബിൻ പറഞ്ഞതുപോലെ തന്നെ കേസ് കൊടുത്തു. എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ എവിഡൻസ്. ഒന്ന്, ഈ കഴിഞ്ഞ മാസം 26 വരെ പണം തരാനുണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ഞങ്ങൾ ഓരോ തവണ നമ്മൾ ഇദ്ദേഹം പറയുന്ന ഭീഷണി എന്നാണ്. ഞാൻ ഈ ഒരു വർഷത്തെ എൻ്ററായിട്ടുള്ള ഞങ്ങളെ ഫോണ് സംഭാഷണം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫോണിലില്ല, വെറുതെ ഇങ്ങനെ കാണിച്ചു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ആത്മധൈര്യം എന്ന് പറഞ്ഞാൽ ഞാൻ മീഡിയയിലേക്ക് വരില്ല എന്നുള്ള ഒരു ധാർഷ്ട്യമാണ്. അപ്പം ഇന്നിപ്പോൾ ഞാൻ വരേണ്ട സിറ്റുവേഷൻ വന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് അത് ആ സമൂഹ മാധ്യമങ്ങളിൽ നാളെ ഞാനും അറിയപ്പെടുന്നത് ഇതേമാതിരി പറ്റിക്കുന്ന ആൾ. പിന്നെ അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്ന പോസ്റ്റുകൾ ലാസ്റ്റത്തെ നിങ്ങൾ നോക്കിയാൽ മതി. എൻ്റെ ഫാമിലീനെ എക്സ്ട്രീം ലെവൽ അപകീർത്തിപ്പെടുത്തുന്ന വാക്കുകൾ, അതാണ് തെറി വാക്കുകൾ. എങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ പറയും? കാരണം അതിലും എൻ്റെ മാതാപിതാക്കളെ എക്സ്ട്രീംലി ഇവൻ എന്ത് ചെയ്തിരിക്കുകയാണ്, രൂക്ഷമായിട്ടുള്ള തെറി മെസ്സേജിൽ നമ്മളെ പ്രതിത്വത്തിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള വളരെ അപഹാസ്യമായിട്ടുള്ള ഇവൻ നേതാവാണോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പാർട്ടി, ഇങ്ങനത്തെ ഒരു വ്യക്തിനെ എങ്ങനെ ആ വോയിസ് കേട്ടിട്ട് പോലും ഞാൻ വിചാരിച്ചു BJP-കാരും പ്രതികരിക്കാത്ത എന്ത്, അങ്ങനെ വരെ തോന്നിപ്പോയി. ഇതുവരെ ഞാൻ റിയാക്ട് ചെയ്തില്ല. കാരണം ഞാൻ ഇന്നലത്തെ പ്രസ് മീറ്റ് ഞാൻ പോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് ഈ ഓൺലൈൻ മീഡിയ, നിങ്ങൾക്കറിയാം, മെയിൻ സ്ട്രീം മീഡിയ ഒരു 60 പേരുണ്ടെങ്കിൽ ഓൺലൈൻ മീഡിയ ഇന്ന് 350ഓളം പേരുണ്ട്. ഈ 350 പേരും ഇവൻ്റെ ഫോട്ടോ വെച്ച് അവരുടെ കോണ്ടൻറ്റാണത്. അവരിടുന്ന രീതി എന്താണ്? ലക്ഷ്മിക്ക് അന്താരാഷ്ട്ര ബന്ധമുണ്ടോ, ആരാണ് ഈ അപ്പോഴത്തെ നമുക്ക് ഇരിപ്പുറയ്ക്കുന്നില്ല. നമുക്ക് നമ്മൾ ലോകത്തോട് പറയുക എന്നുള്ളതാണ്. അപ്പോൾ ആകെ നമുക്ക് ഇവന് ഇല്ലാത്ത ഒരു കാര്യം നമ്മുടെ കയ്യിലുണ്ട്. കാരണം വെച്ചാൽ ഡിജിറ്റൽ തെളിവുകൾ, പണം കൊടുത്തത് എല്ലാം, അക്കൗണ്ടബിലിറ്റി എല്ലാം ട്രാൻസ്പെറൻറ്റ്. 1.5 വർഷത്തെ എൻറ്റയർ പ്രോസസ്സ് നമ്മൾ കാണിക്കാൻ തയ്യാറാണ്. അവന് എന്തെങ്കിലും ഒന്ന് അവനോട് കാണിക്കാൻ തയ്യാറാണെന്ന് വെച്ചാൽ അവനില്ല. കാരണം ഈ ഡിസംബർ മാസത്തിന് ശേഷം അവൻ എവിടെയാണ് എനിക്ക് ഫണ്ട് തന്നത്? അവനിങ്ങനെ ഓരോ തവണ അവൻ്റെ ബൊട്ടീക്കിൽ വെച്ച് അവൻ വീഡിയോ എടുക്കുന്നത് ഞാൻ ഭീഷണിപ്പെടുത്തിയതാണ്. പിന്നെ ഇനി വേറൊരു കാര്യം കൂടി, ഇതിപ്പോൾ എനിക്ക് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഇവനെന്താ വട്ടാണോന്ന്. മദറിൻ്റെ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായ സമയത്ത് ഈ 5 ലക്ഷം വന്നപ്പോൾ വീണ്ടും എൻ്റെ ട്രസ്റ്റ് അവൻ ബിൽഡ് ചെയ്തു. കാരണം ഇവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരിതുണ്ട്. ബ്രദർ, അവൻ തന്നെ പറയുന്നുണ്ട് ബ്രദർ അവർ ബ്രദറിൽ ഇരുന്നുമ്പോൾ അമ്മയ്ക്ക് വയ്യാതെ ഇരുന്ന സമയത്ത് എൻ്റെ അമ്മ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടായത്. അപ്പോൾ എനിക്ക് ആ പെയിൻ എനിക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ സമയത്ത് പോലും വീണ്ടും ഞാൻ സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫുൾ എൻറ്റയർ കഴിഞ്ഞ 4 മാസത്തെ ചാറ്റും ഞാൻ ഇന്ന് പുറത്ത് വിട്ടിട്ടുണ്ട്. അതിൽ ഓരോ തവണ ഇവൻ എങ്ങനെയാണ് ഒരു സ്കാമർ നമ്മളിരുന്ന് ബാഗ് ചെയ്യുന്നതെന്നും, എങ്ങനെയാണ് ഇവൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നതെന്നും, എങ്ങനെയാണ് ഒരാളെ കൺവിൻസ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ രേഖ. പക്ഷേ എൻ്റെ അക്കൗണ്ട് നല്ല കൊടുത്തത്, എൻ്റെ സിസ്റ്റർ അക്കൗണ്ടിലാണ് കൊടുത്തത്. അത് അവൻ തിരിച്ചു കൊടുക്കും ചെയ്തു കേട്ടോ, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി 40 ലക്ഷത്തോളം രൂപ അവൻ തരാനുണ്ട്. ഇതിലിപ്പോൾ ഈ മീഡിയനോട് പറയാനുള്ളത്, അല്ല ജനങ്ങളോട് പറയാനുള്ളത്, ഇനി ഇവൻ്റെ സ്കാം എന്ന് പറയുന്നതിൽ ഇവിടെ ഇനി ഒരാൾ വഞ്ചിക്കപ്പെടരുത്, നമ്പർ 1. രണ്ടാമത് ലീഗലി ആണെങ്കിലും നമ്മളത് മേടിച്ചെടുക്കും എന്നുള്ള ഒരു ഉറപ്പുണ്ട്. ഇനി മൂന്നാമത് റോബിൻ്റെ അടുത്ത് പറയാനുള്ളത് പൈസ തന്ന് സെറ്റിൽ ചെയ്യുക എന്നുള്ള ഒരു കാര്യം പറയാനുണ്ട്. അതിനകത്ത് പൈസ തന്ന് മാന്യമായിട്ട് സെറ്റിൽ ചെയ്യാന്നുള്ളൊരു കാര്യത്തെ അപേക്ഷിച്ച് ആൾ ചെയ്യുന്നത് ഇത് മാനിപ്പുലേറ്റ് ചെയ്ത് വളരെ മോശമായിട്ട് വേറൊരു രീതി ചിത്രീകരിച്ച് ഇപ്പോൾ ആൾക്ക് തിരിച്ചു തരാനുള്ള ടൈം വിൻഡോ ആണ് വേണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അനാവശ്യം പറയരുത്. അനാവശ്യം പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് ഇത് വളച്ചൊടിച്ച് ഇത്രയും പ്രശ്നങ്ങളാക്കി തീർത്തത് ആളുടെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടായിരിക്കും. അങ്ങനത്തെ അവസ്ഥകൾ മനുഷ്യർക്ക് ഉണ്ടാവാറുണ്ട്. അതൊക്കെ മനസ്സിലാക്കാം. അത് ക്രിമിനൽ ബുദ്ധിയോടെ, ഇത് ഹാബിച്വൽ അബ്യൂസ് ആണെന്നുള്ളത് ഞങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇതേ റൂട്ടിൽ
പൈസ കൊടുക്കാനുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ബിസിനസ്സുകാരുൾപ്പെടെ അല്ലെങ്കിൽ പാവപ്പെട്ടവരുൾപ്പെടെ ഒത്തിരി പേരെടുത്ത് സിമിലർ കാര്യം തന്നെ ചെയ്തിട്ട് കോടികളുടെ, നമുക്കൊക്കെ ലക്ഷങ്ങളുടെയൊക്കെ ആയിരിക്കും ഒരു ലോണോ കാര്യങ്ങളോ ഉള്ളത്, പക്ഷേ ആൾക്ക് കോടികളുടെ ബാധ്യത ഇതുകൊണ്ട് ഈ ഒരു എന്താ പറയണ്ടേ, ഈ ഒരു ഇതേ രീതി പിന്തുടർന്നുകൊണ്ട് ഈ സ്കാം കൊണ്ട് തന്നെ എന്തായാലും ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും റോബിൻ പെട്ടിരിക്കുകയാണ്. അതായത് റോബിൻ കുടുങ്ങിയെന്ന് തന്നെ പറയാം. അവിടേക്ക് റോബിനെതിരായിട്ട് നിൽക്കുന്ന റോബിൻ കൊടുത്ത വീഡിയോ തന്നെയാണ്. റോബിൻ പൈസ കൊടുക്കാനുണ്ട് എന്ന് പറയുന്ന റോബിൻ തന്നെ പറഞ്ഞു വയ്ക്കുന്ന വീഡിയോ, അതുപോലെ തന്നെ അവരെ പുകഴ്ത്തുന്ന വീഡിയോ, അവരെന്നെ എപ്പോഴും സഹായിക്കാറുണ്ട് എന്നുള്ള രീതിയിലെ വീഡിയോ, അതിനുശേഷം ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ, അതിനുശേഷം ഇവർക്ക് കൊട്ടേഷൻ കൊടുക്കുന്ന വീഡിയോ, അവിടെയൊക്കെ സൈബർ ഇടങ്ങളിൽ ഇവരെ മോശമാക്കി കാണിക്കുക എന്ന രീതിയിൽ പലർക്കും കൊട്ടേഷൻ കൊടുക്കുക. അതായത് അനന്തുവിനെ വിളിച്ചു വരുത്തി ഇവർക്കറിയ കൊട്ടേഷൻ കൊടുക്കുക. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല. അനന്തുവിന് കാര്യങ്ങൾ മനസ്സിലായി, അനന്ത് പ്ലേറ്റ് മാറ്റി. ഇവിടെ അനന്തുവിൻ്റെയും പരിപാടി ഇതൊക്കെ തന്നെയാണ്. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് പുറത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇനി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? റോബിൻ നിരപരാധിയാണോ, കുറ്റക്കാരനാണോ, അതോ റോബിനെ കുടുക്കിയതാണോ? എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു.